ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മാർക്കോയുടെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ മാർക്കോ കണ്ടു, ഹനീഫ് അദ്ദീനി ഡയറക്റ്റ് ചെയ്ത പടം. എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ മലയാളത്തിലായാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഞാൻ ഇത്രയും വയലൻസ് ആയിട്ടൊരു സിനിമ കണ്ടിട്ടില്ല. ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഇതുപോലെ ഇത്രയും വയലൻസ് ആയിട്ടൊരു സിനിമ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മൾക്കിപ്പോൾ ഈ കുട്ടികളായാലും അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡീസ്, ഈവൻ ലേഡീസ് പോലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവരെ കാണാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ആക്ച്വലി. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര സിനിമയാണ് ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ്റെയൊക്കെ കരിയർ ബെസ്റ്റ്. പുള്ളിക്കാരനകത്ത് എടുത്തിരിക്കുന്ന ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം ഇപ്പം എന്താ പറയുക, ഇതിനകത്ത് മിക്ക ഫൈറ്റുകളും പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം പുള്ളി ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഡെഡിക്കേഷൻ അത് ഭയങ്കര വലുത് തന്നെയാണ്. പിന്നെ ഇതേ ഹനീഫ് അദ്ദീനിനെയാണ് നമ്മുടെ ബോസാൻകോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ആ ഒരു ലെവലിൽ എടുത്തിട്ട് പിന്നീട് ഈ ഒരു പടം എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇപ്പം എന്താ പറയുക, അതിൻ്റെ സ്റ്റോറി ബേസ് ഓക്കെ, ഒരു റിവെഞ്ച് സ്റ്റോറി ആണെങ്കിൽ കൂടിയും അത് എടുത്ത് വെച്ചിരിക്കുന്ന രീതിയുണ്ടല്ലോ. അതിൻ്റെ ഒരു വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമുക്ക് നമ്മുടെ ഈ ബോയ്സ് സീരീസ് ലെവൽ വയലൻസ് ഒന്നും നമ്മൾ അതൊന്നും വിചാരിച്ച് പോകേണ്ട ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന്റെ സർട്ടിഫിക്കേഷൻ എ ആണ്, അറിയാമല്ലോ. അപ്പോൾ എ സർട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് മോളിവുഡിൽ നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം ചെയ്യാമോ, എന്തൊക്കെ വയലൻസ് ചെയ്യാമോ അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അപ്പോൾ ഈ ഷെരീഫ് മുഹമ്മദ് പുള്ളിയാണ് പ്രൊഡ്യൂസർ. അപ്പം പുള്ളിക്കാരൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്, അതായത് പുള്ളി ഇതിന് തുനിഞ്ഞിറങ്ങി, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറും ഇത്രയും വയലൻസിൽ ഇത് എടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളിക്കാരൻ എടുത്ത ആ ഒരു തീരുമാനം ഭയങ്കര വലുതായിരുന്നു. എന്തായാലും അടിപൊളി ഒരു സിനിമയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സ്റ്റണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലൈ കിങ്സൺ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ തലവൻ, ഭ്രമേകം അതിലൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ആ ഒരു സ്റ്റണ്ട് ഇതിനകത്ത് ഓരോ കൊറിയോഗ്രാഫി ഒക്കെ ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ തന്നെ കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പടം ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഹനീഫ് അദ്ദീനി ആയാലും ഉണ്ണിമുകുന്ദന്റെ ആയാലും എല്ലാം കരിയർ ബെസ്റ്റ് ആണ് ഈ പടം. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു സ്റ്റണ്ട് സീൻ എന്ന് പറയുന്നത്, നമ്മളൊരു കോറിഡോറിനകത്തുള്ളൊരു സീനുണ്ട്. ഒരു സ്റ്റെയർ ഒക്കെ കയറിയിട്ടുള്ള നമുക്ക് ഒരു വൺ ഷോട്ട് ആണെന്ന് തോന്നിപ്പോവും, പക്ഷെ ആണെന്ന് തോന്നില്ല. പക്ഷെ അത് പോകുന്ന ആ ക്യാമറയൊക്കെ പോകുന്ന രീതി കാണണം. ആ ക്യാമറയായിട്ട് കൂടെ പോകണം. ഏതൊക്കെ ആംഗിളിൽ ഇതാണ് ഷൂട്ട് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് പറയാൻ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. അതിന്റെ കളർ ഗ്രേഡിങ് ആയാലും ഒരു ചില ഹോളിവുഡ് മൂവീസൊക്കെ കാണുന്ന ആ ഒരു ഫീലാണ് നമുക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് ഒക്കെ ഒന്നും പറയാനില്ല. അതിന്റെ മ്യൂസിക്, BGM, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ രവി ബാസർ, പുള്ളിക്കാരനെ അറിയാലോ, നമ്മൾ KGF ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരന്റെ ഇപ്പൊ ഈ സിനിമയ്ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഇൻട്രോ തൊട്ടിക്ക് അവസാനം പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരെയും പോയിരിക്കുന്ന ആ ഒരു മ്യൂസിക്, BGM എല്ലാം തന്നെ ടോപ്പ് നോച്ചാണ്. നമുക്ക് ആ ഒരു ഇമോഷൻസ് കണക്ട് ചെയ്യാനായാലും എല്ലാം. പിന്നെ ഇതിനകത്ത് കാസ്റ്റിംഗ്, പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഗദീഷ് ഏട്ടൻ, പിന്നെ ഈ സിദ്ദീഖ് ഏട്ടൻ, ഇവർ ഈ ലെജൻസിനെ വെച്ചിട്ട് കളിച്ചിരിക്കുകയാണ്. ജഗദീഷിന്റെ ഒക്കെ പീക്കാണ് ഈ പടം. പിന്നെ സിദ്ദീഖ് ഏട്ടൻ അവരുടെ റേഞ്ച് വേറെ ലെവല്, പറയാൻ പോലും പറ്റത്തില്ല നമുക്ക്. എന്ന് വെച്ചാൽ അതിനകത്ത് സൈലന്റ് ആയിട്ട് പോയിട്ട് അവസാനത്തെ ഒരു 20 മിനിറ്റില് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്ന ചില ഒരു ഫൈറ്റ് സീൻസ് ആയാലും ഡയലോഗ് ഡെലിവറി ഒക്കെ ആയാലും എല്ലാം അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക, മസ്റ്റ് വാച്ച് ആണ്. അപ്പോഴും പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ കുട്ടികളായാലും അല്ലെങ്കിൽ സ്ത്രീകൾ, പ്രഗ്നന്റ് ലേഡീസ്, ഇവരൊന്നും പോയി കാണാൻ ഒരിക്കലും പറയത്തില്ല. OTT വന്നത് തന്നെ അവർക്കത് കാണാൻ പറ്റുമോ എന്നെനിക്ക് ഡൗട്ടാണ്. കാരണം പലരും ആ ഒരു രീതിയിൽ, നമ്മളിപ്പോൾ ഈവൻ തിയേറ്ററിൽ നിന്ന് കണ്ടിരുന്ന സമയത്ത് തന്നെ ചിലർക്ക് ഫെയിൻ്റ് ആയിട്ട് പിന്നെ അവർ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നോക്കുകയും കണ്ടു പോയി കാണുക. OTT വന്ന് ജസ്റ്റ് കണ്ടു നോക്കുക, കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കാണുക. പിന്നെ ഷമ്മിത്തിലങ്ങനെ മോൻ ഉണ്ട്, പിന്നെ വേറൊരു പുള്ളി ഉണ്ടെന്ന് അവസാനം വരുന്നത്, പുള്ളിയുടെ പേരെനിക്കറിയില്ല. അപ്പം സാധാരണ നോർമൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ എന്താ, നമ്മൾ വെറുതെ നടന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാൻ വരുന്ന, അല്ല അതിന് വേണ്ടിയിട്ട് റീസൺ ഉണ്ടാക്കുന്ന ഗുണ്ടകൾ എന്നുള്ള രീതിയല്ല ഇവന്മാര് ചെയ്തു വെക്കുന്ന രീതി ഉണ്ടല്ലോ ഓരോ കാര്യങ്ങളൊക്കെ. അത് വേറെ ഒരു സിനിമയിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അതേ കണക്കത്തെ വില്ലന്മാരാണ്, കൊടൂര വില്ലന്മാരെന്നൊക്കെ പറയുന്ന സാധനം. ഗോർ വയലൻസ് ആണ് പടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവന്മാരെ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നമുക്ക് തന്നെ തോന്നും. ആ ഒരു രീതിയിലാണ് പടം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നൈസ് പടമാണ്, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ബോളിവുഡിൽ ഇങ്ങനെയും പടങ്ങൾ എടുത്തു വെക്കാം എന്ന് കാണിച്ച് തന്നതിന് ഒരുപാട് നന്ദി. എന്തായാലും ഹനീഫ് അദ്ദീനി പിന്നെ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി എന്തിനാണെന്ന് അറിയത്തില്ല, അത് അങ്ങനെ വരുമോന്ന് അറിയില്ല. എന്തായാലും വേണ്ട എന്നാണ് ഒരു അഭിപ്രായം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, എല്ലാ പടത്തിനും ഇപ്പൊ സെക്കൻഡ് പാർട്ട്, എല്ലാ സിനിമകൾക്കും ഇപ്പൊ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടോ എന്നുള്ളത്. പിന്നീട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പോൾ എന്തായാലും പടം കണ്ടവർ അഭിപ്രായം പറയുക, എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ പറയുക.
റൈഫിൾ ക്ലബ്ബ് കാണാൻ പോകുന്നുണ്ട്. ഇച്ചിരി ലേറ്റാണ് എങ്കിലും കാണാൻ പോകുന്നുണ്ട്. അതിന്റെ റിവ്യൂ ആയിട്ട് ഇനി വരാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.